വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. വോട്ടർ പട്ടികയും പൗരത്വവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും വോട്ടർ പട്ടികയിൽ, അതായത് ഒരു ഇലക്ഷൻ വരുമ്പോൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് തീർച്ചയായും ഈ രാജ്യത്തെ പൗരനാണ് എന്നുള്ള നമ്മുടെ അവകാശത്തെ അത് ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആയിട്ട് മാറുന്നുണ്ട്. ആ കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിക്ക് നമ്മൾ നൽകുന്ന ഒരു ഔദാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനാണ് എന്നതും, അതേപോലെ തന്നെ ഭരണനിർവഹണ പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാകുന്നു എന്നുള്ള ആത്മാഭിമാനത്തോടെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സിറ്റിസൺഷിപ്പ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഒരു കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് നമ്മുടെ ഓരോ പ്രാവശ്യത്തെയും വോട്ടവകാശം എന്ന് പറയും. ഇപ്പോൾ വരുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പുതിയ പദ്ധതി 9 സ്റ്റേറ്റുകളിലും 3 യൂണിയൻ ടെറിട്ടറിയിലും പുതുതായി ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജാഗ്രതയോടെയുള്ള കൃത്യമായിട്ടുള്ള വിവര ശേഖരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഓരോ വ്യക്തിയും അതിനു വേണ്ട കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി പ്രസ്തുത വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അഡൾട്ട് മെമ്പർ, തങ്ങളുടെ കുടുംബത്തിലെ ഒരു അഡൾട്ട് മെമ്പർ, സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് വേണ്ടി ഈ എന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ച് നൽകിയിരിക്കണം. ആരെങ്കിലും വിദേശത്തോ മറ്റോ ആണെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ ഫോം ഫില്ല് ചെയ്ത് നൽകി കൃത്യമായി നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെയും ബന്ധുക്കളുടെയും പേരുകൾ, അയൽവാസികളുടെയും ഒക്കെ പേരുകൾ ഇതിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും പ്രധാന രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ട സാഹചര്യം വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വ നിർവഹണം വേണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും ടേക്ക് ആക്ഷൻ, ഡു ദ റൈറ്റ് തിങ്സ് ഇമ്മീഡിയറ്റ്ലി.